ഗുഡ് ഈവനിംഗ്. ഇന്ന് ഇതുവരെ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ആദ്യ വാർത്തയിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫി വേദിയിൽ ഇന്ത്യ പാക് തർക്കം രൂക്ഷം. നിർണായക ICC യോഗം നാളത്തേക്ക് മാറ്റി. സമവായ ചർച്ചകൾ തുടരുകയാണ്. അനിൽ വാസുദേവ് ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. അനിൽ, ഇന്ത്യ പാക് മത്സരം അത് എപ്പോൾ നടന്നാലും എവിടെ നടന്നാലും അത് എപ്പോഴും വാർത്തയാകാറുണ്ട്. ഇതിപ്പോൾ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ പോകേണ്ടതില്ല എന്നൊരു തീരുമാനം വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലം എന്താണ്? ICC ഇപ്പോൾ ഈ തീരുമാനത്തെ ഏത് രീതിയിൽ നോക്കിക്കാണുന്നു? പ്രജൻ, ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി നടത്തിപ്പിനുള്ള അംഗീകാരം ലോട്ട് കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. അവരതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ തുടങ്ങിയതാണ്. പക്ഷേ ഇന്ത്യ അവിടേക്ക് പോകില്ല എന്ന കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇതിൻ്റെ കാരണം 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള എല്ലാ ബൈലാറ്ററൽ ക്രിക്കറ്റ് ബന്ധങ്ങളും ഇന്ത്യ ഉപേക്ഷിച്ചതാണ്. ഇന്ത്യ അവിടെ പോയി കളിക്കാനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇവിടെ വന്ന് അങ്ങനെയുള്ള ഒരു പരമ്പരയോ ഉണ്ടായിരുന്നില്ല. ആകെ ലോകകപ്പ് അടക്കമുള്ള വലിയ ടൂർണമെൻറ്റുകൾ വരുമ്പോൾ മാത്രമാണ് പാകിസ്ഥാൻ ഇവിടെ വന്ന് കളിച്ചത്. ഇന്ത്യ ഒരു കാരണവശാലും ഇതുവരെ അങ്ങോട്ട് പോവുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ പാകിസ്ഥാൻ അതിനുശേഷം നടത്തുന്ന ഏറ്റവും വലിയ ICC ടൂർണമെൻ്റാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി. ഇന്ത്യ ആദ്യം മുതൽ തന്നെ നിലപാടെടുത്തിരുന്നു, ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് ഇല്ല എന്നുള്ളത് തന്നെ. ICCയും ഇന്ത്യയുടെ വഴിക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ് ICC ഇന്ന് വിർച്വലായി ഒരു യോഗം വിളിച്ചിരുന്നത്. പക്ഷേ ആ യോഗം ഇന്ന് നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ കാരണം ഇന്ത്യ പാക് ബോർഡുകൾ തമ്മിലുള്ള വലിയ തർക്കം നിലനിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് ഇല്ല എന്നുള്ളത് ഇന്ത്യ നിലപാട് അറിയിച്ചുവരുന്നു. ഒരുപക്ഷെ അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് എന്നാൽ ഇന്ത്യ ഇല്ലാതെ ടൂർണമെൻറ്റ് നടക്കട്ടെ, എന്നാൽ പോലും വേദി ടൂർണമെൻറ്റ് നടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ്. പക്ഷേ ICC പറയുന്നത് ഹൈബ്രിഡ് മാതൃകയല്ലാതെ ഈ ടൂർണമെൻറ്റ് നടക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാന കാരണം ICCയുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും കിട്ടുന്നത് BCCIയിൽ നിന്നാണ്. BCCI നടത്തുന്ന ഇന്ത്യയുടെ മത്സരങ്ങളിൽ നിന്നാണ്. അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യൻ ടീമിനെ പിണക്കിക്കൊണ്ട് പാകിസ്ഥാനെ മാത്രം വെച്ചുകൊണ്ടും ICCക്ക് ഒരു ടൂർണമെൻറ്റ് നടത്തുക ചിന്തിക്കുക പോലും ആവില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ച് നടത്താം എന്നുള്ള ഒരു ഫോർമുലയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹൈബ്രിഡ് മാതൃകയിൽ നടത്താമെന്നാണ് ICC പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു നാളത്തേക്ക് തീരുമാനം നടക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് മുന്നോടിയായി പിൻവാതിലിലൂടെ അല്ലെങ്കിൽ മറ്റ് പോംവഴികൾ തേടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമവായ ചർച്ചകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പാക് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ, വിശ്വസനീയമായ മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ BCCIയുടെ അകത്തു നിന്നും ഇത്തരം വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും നാളെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തർക്കം രൂക്ഷമാണ്. ഇന്ത്യ ഒരു കാരണവശാലും പോകില്ല എന്നുള്ളത്. ഒടുവിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്കമായി പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ, BCCIക്ക് മുന്നിൽ കീഴടങ്ങും, ICC തീരുമാനം അംഗീകരിക്കും എന്ന് തന്നെയാണ്. എന്തായാലും ആ ഒരു നിർണായക തീരുമാനം നാളെ തന്നെ ഉണ്ടാകും. ICC ഈ ചാമ്പ്യൻസ് ട്രോഫി എവിടെ നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ. ശരി, അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ത്യയുടെ അല്ലെങ്കിൽ BCCIയുടെ തീരുമാനം അത് ICC ഉൾക്കൊള്ളുന്നുണ്ട്. ആ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ അത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു പുതിയ ഫോർമുല ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ടൂർണമെന്റ് ഇന്ത്യയെ ഉൾപ്പെടുത്തി തന്നെ നടത്തുക എന്നത് മാത്രമാണ് ICCക്ക് മുന്നിലുള്ള ഒരു വിഷയം. എന്നാൽ ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിക്കൂടെ എന്ന ചോദ്യം പാക് ക്രിക്കറ്റ് ബോർഡ് നടത്തുന്നുണ്ടെങ്കിലും അത് ചർച്ചയാവാൻ സാധ്യതയില്ല എന്ന സൂചനകൾ കൂടി വരുന്നു. കൃത്യമായ സ്വാധീനം BCCIക്ക് ICCയിൽ ഉണ്ട് എന്നതാണ് അതിന് ഒരു കാരണം. അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. പത്തനംതിട്ടയിലെ +2 വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തിൽ സഹപാഠി അറസ്റ്റിൽ. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന സഹപാഠി കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീജിത്ത്, ഇപ്പോൾ ഇത് ഏറെ വിവാദമായ സംഭവമാണ്. ഇപ്പോൾ ഈ +2 വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തിൽ സഹപാഠി കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ടെന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. DNA പരിശോധനയ്ക്ക് സാമ്പിൾ അടക്കം നൽകിയതിനു ശേഷമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അറസ്റ്റ് എന്നൊരു ഘട്ടത്തിലേക്ക് പോയിട്ടുള്ളത്. ഈ +2 വിദ്യാർത്ഥിനിയുടെ മരണത്തിന് ശേഷം ഈ സഹപാഠി ആ ഘട്ടം മുതൽ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. നിരവധി തവണ ചോദ്യം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സഹപാഠിയായിരുന്ന 18 വയസ്സ് സഹപാഠിക്ക് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ആലപ്പുഴ നൂറനാട് സ്വദേശിയാണ് ഈ സഹപാഠി. എന്തായാലും പത്തനംതിട്ടയിലെ സ്കൂളിലും അതുപോലെ തന്നെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചു എന്ന
ഒരു മൊഴിയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ സഹപാഠി നൽകിയിരിക്കുന്നത്, ലൈംഗികമായി പീഡിപ്പിച്ചെന്ന മൊഴി. എന്തായാലും ഇപ്പോൾ അല്പസമയം മുൻപാണ് അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. പോലീസ് പറയുന്നത് മറ്റു നടപടിക്രമങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ അറസ്റ്റ് എന്ന ഘട്ടത്തിലേക്ക് പോയത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാണ്. DNA പരിശോധനാ ഫലം 2ാം ഘട്ടമാണ്. മൊഴിയുണ്ട്, കൃത്യമായ രീതിയിൽ പീഡിപ്പിച്ചിരുന്നു എന്ന മൊഴിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്താമെന്ന് തന്നെയാണ് അവർക്ക് ലഭിച്ച നിയമോപദേശം. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടി 5 മാസം ഗർഭിണിയായിരുന്നു ഈ മരണസമയത്ത്. അതിന് മുൻപ് തന്നെ ആത്മഹത്യക്കടക്കം ശ്രമിച്ചിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു കത്തടക്കം ഈ പെൺകുട്ടിയുടേതായി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇതൊക്കെ കണക്കിലെടുത്താണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റ് എന്നൊരു ഘട്ടത്തിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പോക്സോ കേസെടുത്താണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു നടപടിക്രമങ്ങൾ അത് ഏതെല്ലാം ഘട്ടത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം കാര്യമായ രീതിയിലുള്ള നിയമോപദേശങ്ങൾ തേടുന്നുണ്ട്. എന്തായാലും സഹപാഠി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ സഹപാഠിയെ പേര് വിവരങ്ങൾ നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിടാൻ കഴിയില്ല, പോക്സോ കേസാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ നൂറനാട് സ്വദേശിയാണ് ഈ സഹപാഠി. എന്തായാലും അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഈ സഹപാഠിയെ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശരി, ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും. ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി. ഡോക്ടർ സിസ തോമസിന്റെ നിയമനം ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. സർക്കാരിന്റെ ഹർജിയിൽ ചാൻസലർ കൂടിയായ ഗവർണർക്കും സിസ തോമസിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നേരത്തെ നിയമനം നടത്തിയതിലും സർക്കാരിന് തിരിച്ചടി നേരിട്ടിരുന്നു കോടതിയിൽ നിന്ന്. ശ്രീകാന്ത് കൊച്ചിയിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, വീണ്ടും സർക്കാരിന് തിരിച്ചടി, അതും ഒരു VC നിയമനത്തിൽ, ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നത് സർക്കാരിന്. വിവരങ്ങൾ പറയൂ. ഈ ഡിജിറ്റൽ സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനത്തിനും ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ സ്റ്റേ ലഭിച്ചിട്ടില്ല. കനത്ത തിരിച്ചടി സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഗവർണറുടെ നിയമന നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജി പക്ഷേ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ചാൻസലർക്കും താൽക്കാലിക VC സിസ തോമസിനും ഹൈക്കോടതി നോട്ടീസും അയച്ചു. ഹർജിയിൽ 3 ആഴ്ചയ്ക്കകം നിലപാട് അറിയിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഹർജി സാങ്കേതിക സർവകലാശാല VC നിയമനത്തിനെതിരായ ഹർജിക്കൊപ്പം പരിഗണിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും വലിയ തിരിച്ചടിയാണ് സർക്കാരിന് ഈ വിഷയത്തിലും സംഭവിച്ചിട്ടുള്ളത്. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മാധ്യമങ്ങളെ അധിക്ഷേപിച്ച് തിരുവനന്തപുരം നെയ്യാറ്റിൻകര MLA K. ആൻസലൻ മാധ്യമങ്ങൾക്ക് ക്രിമികടി എന്നായിരുന്നു അധിക്ഷേപം. റവന്യൂ ജില്ലാ കലോത്സവത്തിലെ വീഴ്ചകളും സംഘാടന പിഴവും ചൂണ്ടിക്കാട്ടിയതാണ് MLAയെ പ്രകോപിപ്പിച്ചത്. തന്റെ പത്രത്തിന് ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുക എന്നുള്ളതല്ല, അത് പറയാതിരിക്കാൻ ചെയ്യുന്നതല്ല. ഇത്തരം ചില ക്രിമികടികൾ പത്രപ്രവർത്തകർ എന്ന രൂപത്തിൽ ചില ആളുകൾക്കുണ്ട്. അത് യഥാർത്ഥ നല്ല പത്രപ്രവർത്തകരുടെ ശീലമല്ല. അതാരെഴുതിയാലും അത് അവസാനിപ്പിക്കുക എന്നുള്ളത് ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. ആ രൂപത്തിലേക്ക് എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് തകരും. ഞങ്ങളാണ് എന്തോ ചെയ്യാൻ പോകുന്നത്, ഞങ്ങളാണ് ഇവിടെ മൂട് താങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചത് നടക്കുകയുള്ളൂ എന്നൊരു ധാരണ ഏതെങ്കിലും പത്രമാധ്യമങ്ങൾക്കോ പത്രങ്ങൾക്കോ ഉണ്ട് എങ്കിൽ അതങ്ങ് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. എന്നാലും അധികൃതരുടെ ഭാഗത്തുണ്ടാവുന്ന വീഴ്ചകളും സംഘാടന പിഴവ് പോലുള്ള സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ക്രിമികടി മാധ്യമങ്ങൾക്കുണ്ട് എന്നാണ് അതിന് MLAക്കുള്ള മറുപടി. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, ഈ രീതിയിലുള്ള ഒരു അധിക്ഷേപം അതും ഒരു പൊതുസമ്മേളനം അല്ലെങ്കിൽ ഒരു പൊതുയോഗ വേദിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന്റെ കൂടി വിശദാംശങ്ങൾ എന്താണ് MLA K. ആൻസലിനെ പ്രകോപിപ്പിച്ചത്? പ്രജിൻ, ഇന്നായിരുന്നു നെയ്യാറ്റിൻകരയിൽ വെച്ച് തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ സമാപന ദിവസം. ആ സമാപന ദിവസത്തിന്റെ സമാപന സമ്മേളനത്തിലായിരുന്നു MLA K. ആൻസലിന്റെ ഈ പ്രസംഗം. അതായത് ഈ ആദ്യ ദിവസം തന്നെ, ഈ കലോത്സവത്തിന്റെ തുടക്ക ദിവസം തന്നെ വിവാദത്തോടെയായിരുന്നു തുടങ്ങിയത്. ഇതിന്റെ പതാക ഉയർത്തൽ, ഇതിൽ ഈ കൊടിമരത്തിൽ കെട്ടിയിരുന്ന പതാക കെട്ടാനായിട്ട് +2 വിദ്യാർത്ഥിയെ ഇതിന് ഒരു സുരക്ഷയുമില്ലാതെ മുകളിൽ കയറ്റിയത് MLAയുടെ സാന്നിധ്യത്തിലായിരുന്നു. അന്ന് തന്നെ അത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷം തുടർ വിവാദങ്ങളും ഈ കലോത്സവത്തിനുടനീളമുണ്ടായി. വിധി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, ഒപ്പം തന്നെ സംഘാടനത്തിലെ പിഴവ് അടക്കമുള്ള വിഷയങ്ങൾ തർക്കത്തിലേക്കായി. ഇത് നിരന്തരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതാണ് MLAയെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചത്. എന്തായാലും ഇന്ന് നടന്ന സമാപന സമ്മേളനത്തിലാണ് MLAയുടെ ഈ വിവാദമായ പ്രസംഗം. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. ഇന്ന് ഇതുവരെ തുടരുന്നു. നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. ഇനി ഷൊർണൂരിലെ മോഷണത്തിലാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കാണാതായി എന്ന് പറഞ്ഞ 63 പവൻ സ്വർണം തിരികെ ലഭിച്ചിരിക്കുന്നു. വീട്ടുകാർ തന്നെ നടത്തിയ തെരച്ചിലിലാണ് അലമാരയിലെ താഴത്തെ അറയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയത്. 1 ലക്ഷം രൂപയും വാച്ചും മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് ഉടമ ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്.
നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഈ പലയിടങ്ങളിലും മോഷണം ആവർത്തിക്കപ്പെടുന്നതിനൊക്കെയുള്ള ആശങ്കകളോടെയാണ് കഴിഞ്ഞ മണിക്കൂർ നമ്മൾ ഈ വാർത്ത നൽകിയത്. പക്ഷേ ഇപ്പോൾ അതിലത്തെ ട്വിസ്റ്റ് അത് ഒരു കൗതുകമായി തോന്നുന്നു. 63 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ പറയുന്നത് 1 ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടത്. മോഷണം നടന്നിട്ടുണ്ട് എന്ന കാര്യം അത് വസ്തുതയാണോ? 63 പവൻ നഷ്ടമായി എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതി. അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. ഇതേ തുടർന്നാണ് ഒറ്റപ്പാലം പോലീസും വിരലടയാള വിദഗ്ധരും ഒക്കെ ഇവരുടെ വീട്ടിലെത്തി, ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി കാര്യമായ പരിശോധനകൾ അവർ നടത്തിയത്. പക്ഷെ അവർ നടത്തിയ പരിശോധനയിലൊന്നും തന്നെ ഈ സ്വർണം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ബാലകൃഷ്ണനും കുടുംബവും തന്നെ നടത്തിയ പരിശോധനയിലാണ് ഈ അവരുടെ വീടിന്റെ തന്നെ അലമാരയുടെ താഴെ ഭാഗത്ത് നിന്ന് ഈ സ്വർണം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പറയുന്നത് 1 ലക്ഷം രൂപയും റാഡോ വാച്ചും മാത്രമാണ് നഷ്ടമായത് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം, ഒറ്റപ്പാലം പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയധികം സ്വർണം നഷ്ടമായി എന്ന് ആദ്യഘട്ടത്തിൽ കരുതുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പറയുന്നതനുസരിച്ച് 1 ലക്ഷം രൂപയും ഒരു വാച്ചും നഷ്ടമായി എന്നുള്ളതാണ് ഗൃഹനാഥൻ പറയുന്നത്. പ്രജിൻ. യെസ്, അപ്പോൾ എന്തായാലും ആ പരാതി സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം അത് പോലീസ് നിർത്തുന്നില്ല, അത് തുടരുന്നുണ്ട്. എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇത്രമാത്രം പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, പിന്നീട് അത് തിരിച്ചു കിട്ടിയെന്ന് പറയുന്നു, എന്നാൽ 1 ലക്ഷം രൂപ നഷ്ടമായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അടിമുടി ആ പരാതിയെക്കുറിച്ച് കൂടുതലായി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് അവിടെ. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ശുപാർശ നൽകി. BMW കാർ ഉള്ളവരടക്കം പെൻഷൻ മേടിക്കുന്നു എന്ന് ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. അതൊന്നും അങ്ങനെ വെറുതെ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പറയാത്തത്. നമ്മളിപ്പോൾ ആളുകളുടെ പേരുകൾ കൃത്യമായി അന്വേഷിക്കാതെ, അന്വേഷണം പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട്, എന്നാലും ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അത് പരിശോധിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാൽ നോക്കാതെ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്തിടാൻ പാടില്ല. ഇത് ആ ഒരു വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ കൺസേൺഡ് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരത് ചോദിച്ച് അതിനെടുക്കുക എന്നുള്ളതല്ലേ. നമ്മൾ ഇതിനകത്ത് എല്ലാവർക്കും ഒരു യോജിപ്പുണ്ടല്ലോ. ഷഫീദ് റാവുത്തറും കോട്ടയ്ക്കിൽ നിന്ന് വിപിൻ സി വിജയനും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം ഷഫീദിലേക്ക്. ഷഫീദ്, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അത് അനധികൃതമായി കൈപ്പറ്റുന്നു എന്ന വാർത്തയിലത്തെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് വലിയ എണ്ണമാണ്, വലിയ എണ്ണം ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാവുന്നു. ആ പട്ടിക, അതിലെ ആൾക്കാരുടെ എണ്ണം ഇനിയും കൂടുമെന്ന കാര്യം കൂടി മനസ്സിലാവുമ്പോൾ എങ്ങനെയാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്? ധനമന്ത്രി നൽകിയ നിർദ്ദേശങ്ങൾ എന്താണ്? നടപടി ഏതറ്റം വരെ പോകും? ഈ വിഷയത്തിൽ 2023 സെപ്റ്റംബർ മാസത്തെ C&AG റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിലടക്കം പറയുന്നത് ഈ രീതിയിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടും എന്നുള്ളത് തന്നെയാണ്. അതായത് 2023 ആ റിപ്പോർട്ടിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി നമുക്ക് ഇന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് 2017 മുതൽ 2020 വരെ 39.27 കോടി രൂപ തട്ടിപ്പിലൂടെ കൈക്കലാക്കി എന്നും മാത്രമല്ല സർക്കാർ മേഖലയിലുള്ള 9,201 പേർ അനധികൃതമായ പെൻഷൻ കൈപ്പറ്റി എന്നുള്ളത്. എന്നാൽ ധനവകുപ്പിന്റെ നിലവിലത്തെ കണ്ടെത്തലുകളിൽ അത്രയും കണക്കുകളില്ല. പക്ഷേ എങ്കിൽ കൂടി ആ വിഷയത്തെ ഗൗരവമായി കാണാനാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ദുർബല വിഭാഗത്തിന്റെ പണം തട്ടിയെടുക്കുന്ന സംഭവം അപമാനകരം എന്നുള്ളതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ച കാര്യം. ഈ വിഷയത്തിൽ ഇപ്പോൾ തന്നെ മറ്റു വകുപ്പുകളിലേക്ക് ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മസ്റ്ററിംഗിൽ ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യത്തിലും സുതാര്യമായ ഒരു പരിശോധന വേണമെന്നുള്ളതാണ് നിലവിലിപ്പോൾ ധനവകുപ്പ് ആലോചിക്കുന്ന കാര്യം. അതിനിടയിലാണ് ഏറ്റവും പ്രധാനമായും കോട്ടയ്ക്കൽ നഗരസഭയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ധനവകുപ്പ് ശുപാർശ നൽകിയിട്ടുള്ളത്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കോട്ടയ്ക്കലിലേക്ക് പോകുന്നു. അവിടെ വിപിൻ സി വിജയനുണ്ട്. വിപിൻ, ഈ കോട്ടയ്ക്കലിൽ നടന്ന തട്ടിപ്പ് അതിന്റെ ആഴം കൂടുതലാണ്. നേരത്തെ വന്ന പട്ടികയിൽ പാർട്ട് ടൈം സ്വീപ്പർ മുതലുള്ള ആൾക്കാരാണ് ഈ പണം തട്ടിയതെങ്കിൽ ഇതിപ്പോൾ BMW കാർ ഉള്ള ആഡംബര വസതിയുള്ള ആൾക്കാർ പോലും ഈ ക്ഷേമ പെൻഷൻ കൈക്കലാക്കിയിട്ടുണ്ട് അനധികൃതമായി എന്ന് പറയുമ്പോൾ അത് അമ്പരപ്പിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ കോട്ടയ്ക്കൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചൊക്കെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുണ്ടായിരുന്നു. വിവരങ്ങൾ പറയൂ.
പ്രജിൻ, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് കോട്ടക്കൽ നഗരസഭയിൽ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കോട്ടക്കൽ നഗരസഭയുടെ ഒരു വിശദീകരണം, 2021 ധനകാര്യ വകുപ്പിന്റെ ഒരു ഫിനാൻസ് കോഡ് ഇവിടെ വരികയും ഒരു പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ 63 അനർഹരുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ 63 പേർ എങ്ങനെയാണ് അനർഹരായത്, അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ട്, അവരെ ആരൊക്കെയാണ്, അവരെ പിന്നീട് അതിൽ നിന്നും മാറ്റണം തുടങ്ങിയിട്ടുള്ള യാതൊരു ഇടപെടലും ധനകാര്യ വകുപ്പിൽ നിന്ന് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു നടപടികളും പിന്നീട് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. 2028 നഗരസഭ തന്നെ കണ്ടെത്തിയത് 28 പേർ ഈ രീതിയിൽ അനർഹരുണ്ടെന്നാണ്. 28 പേർക്കെതിരെ അവർ ക്ഷേമ പെൻഷനിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടി ഇതുവരെയും എടുത്തിട്ടില്ല. ഇപ്പോൾ 2 വർഷം പിന്നീട് കഴിഞ്ഞിരിക്കുന്നു. 2024 എത്തുമ്പോഴും ഇതിന്റെ നടപടികൾ ഓരോന്നായി നോക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഇപ്പോൾ നഗരസഭ പറയുന്നത്. ഇപ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ഇടപെടലും ഈ ഒരു അന്വേഷണത്തിന് ശേഷവും മുനിസിപ്പാലിറ്റിയിലേക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള തുടർ നടപടികളിലെ ഒരു വീഴ്ചയൊക്കെ വളരെ വ്യക്തം തന്നെയാണ്. 7-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഗുരുതര ആരോപണങ്ങളുള്ളത്. 43-ൽ 38 അനർഹം എന്നുള്ളതാണ് പറയുന്നത്. അവിടെയാണ് ഈ BMW കാറുള്ളവർക്ക് വരെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ ഒരു രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കാശിയിലാണ്. അവരുടെ മകന് BMW കാറുണ്ട്, പക്ഷെ അവർ എറണാകുളത്തുമാണ്. അവർ വന്നതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. 7-ാം വാർഡിൽ ഇത്രയേറെ അനർഹർ എങ്ങനെ വന്നു എന്നുള്ളതിന് കൗൺസിലർ പറയുന്നത് അവിടെ മറ്റു പെൻഷൻ വാങ്ങുന്നവരുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ യാതൊന്നും വരാൻ സാധ്യതയില്ല, അത് BJP ഭരിക്കുന്ന വാർഡാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ചില താല്പര്യങ്ങൾ കൂടി 7-ാം വാർഡിനെ മാത്രം കേന്ദ്രീകരിച്ച് വരുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. വിജിലൻസ് അന്വേഷണത്തിൽ മാത്രമായിരിക്കും ഒരു കൃത്യത ഇതുമായി ബന്ധപ്പെട്ട് വരികയുള്ളൂ. ഒപ്പം തന്നെ വിജയൻ, എന്തായാലും ആ രീതിയിൽ ആ തട്ടിപ്പിന്റെ ആഴം വലുതാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. വിവിധ വകുപ്പുകളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനർഹർ ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന കാര്യം പുറത്തുവരുന്നു. അവർക്കുള്ള നടപടികൾ കടുപ്പിക്കുമെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുമുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്, RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസ് പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ ഹൈക്കോടതിക്ക് പിഴവുണ്ടായി എന്ന് സുപ്രീം കോടതി. 17 പ്രതികൾക്ക് ഒരുമിച്ച് ജാമ്യം നൽകിയതിൽ പിഴവ് പറ്റിയെന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. കേസിൽ ഇന്ന് 7 PFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പ്രതികൾ ഗൂഢാലോചന നടത്തിയതിന് തെളിവുകൾ ഉണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പുതിയ നിരീക്ഷണങ്ങൾ, അത് എന്തൊക്കെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? പ്രജിൻ, പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി 17 പ്രതികൾക്കായിരുന്നു ജാമ്യം അനുവദിച്ചത്. അതൊരു അസാധാരണ നടപടിയായാണ് അന്ന് ആ വിഷയം ചർച്ചയായത്. അതിനെതിരെയാണ്, ആ പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെയായിരുന്നു NIA സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ആ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമുയർത്തി ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നിരീക്ഷണം എന്നുള്ളത് ഈ വിഷയത്തിൽ ഹൈക്കോടതിക്ക് പിഴവ് സംഭവിച്ചു എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഉണ്ടായത്. ഓരോ പ്രതികളുടെയും പങ്ക് അത് പ്രത്യേകം പരിശോധിക്കാതെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായത് എന്നതിലേക്കായിരുന്നു സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ പോയത്. സ്വാഭാവികമായും ഇത്തരമൊരു കേസിൽ പ്രതികളുടെ ഓരോരുത്തരുടെയും പങ്ക് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് വിലയിരുത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജാമ്യം അനുവദിക്കാവൂ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നത്. NIAയുടെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി പ്രതികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിശദീകരണം തേടി നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. NIAയുടെ ഹർജി ഇനി ജനുവരിയിലാണ് പരിഗണിക്കുന്നത്. അതേസമയത്ത് പ്രതികൾ, അത് ജാമ്യം ലഭിക്കാത്ത പ്രതികളും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതിലും തീരുമാനം അടുത്ത മാസം ആ ഹർജികൾ പരിഗണിക്കുമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതിയിലും നിലവിൽ ഈ 7 പ്രതികൾ, ജാമ്യമായി സമീപിച്ച 7 പ്രതികൾക്ക് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. പ്രജിൻ, അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി നൽകിയ അപകീർത്തി കേസിൽ PV അൻവറിന് നോട്ടീസ്. അടുത്ത മാസം 3 കോടതിയിൽ ഹാജരാകണം എന്നാണ് കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നോട്ടീസ്. വിവരങ്ങളുമായി അരുൺ പാറക്കിൽ ചേരുന്നുണ്ട്. അരുൺ, പല രീതിയിൽ പല വേദികളിലായി ഒക്കെ തന്നെ P. ശശിക്കെതിരെ നിരവധി ആരോപണങ്ങൾ PV അൻവർ ഉയർത്തിയിരുന്നു. ഇപ്പോൾ P. ശശി നൽകിയ പരാതിയിൽ കോടതിയിൽ നിന്നും നോട്ടീസ് വന്നിരിക്കുന്നു. വിവരങ്ങൾ. പ്രജിൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ ഭർത്താവ് അജിത്തുമായി ബന്ധപ്പെട്ട അജിത്ത് ഈ P. ശശിയുടെ ബിനാമിയാണെന്നും P. ശശിക്ക് വിവിധ സ്ഥലങ്ങളിലായി 15ഓളം പെട്രോൾ പമ്പുകളുണ്ടെന്നും ഈ പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ MLA ഉന്നയിച്ചിരുന്നു. ഇത് തെറ്റായ കാര്യമാണെന്നും ഇത് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി
PV അൻവർ MLA-ക്ക് നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ ഈ നോട്ടീസ് സ്വീകരിക്കാനോ നോട്ടീസിന് മറുപടി നൽകാനോ PV അൻവർ MLA തയ്യാറായില്ല. ഇതേ തുടർന്നാണ് കണ്ണൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P. ശശി ഈ ക്രിമിനൽ അപകീർത്തി കേസുമായി സമീപിക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ PV അൻവർ MLA-ക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഡിസംബർ 3-ാം തീയതി നേരിട്ട് കോടതിയിൽ ഹാജരാവാനാണ് MLA-യോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2025 ഫെബ്രുവരി 3-ന് ഈ കേസ് പരിഗണിക്കാനും നിശ്ചയിച്ചിട്ടുണ്ട്. പ്രജിൻ, അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. മറ്റൊരു വാർത്തയിലേക്ക്. CPI നേതാവ് PK ശശിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിലാണ് വിമർശനം. PK ശശിയുടെ നിലപാടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് വോട്ട് കുറയാൻ ഇടയാക്കി. KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും PK ശശിയെ മാറ്റണമെന്ന സമ്മേളനത്തിൽ ആവശ്യം ഉയർന്നിട്ടുമുണ്ട്. നിഖിൽ പ്രമേഷ് പാലക്കാട് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. നിഖിൽ പ്രമേഷ്, PK ശശിക്കെതിരെ CPM-നകത്ത് തന്നെ ഈ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായതാണ് ഒരു ഘട്ടത്തിൽ. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവുമായി രംഗത്ത് വന്നു. അതും ഏരിയ സമ്മേളനത്തിലാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. വിവരങ്ങൾ. പ്രജിൻ, PK ശശിക്കെതിരെ എല്ലാ തരത്തിലുമുള്ള നടപടികൾക്ക് ശേഷവും ശശിയോടുള്ള പാർട്ടിയുടെ കലി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിലാണ് ഇപ്പോൾ ശശിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ശശിയുടെ നിലപാടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് വോട്ട് കുറയാൻ ഇടയാക്കി എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി പറയുന്ന കാര്യം. മുസ്ലിം ലീഗ് ഭരിക്കുന്ന അരിയൂർ ബാങ്കിൽ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിൽ വീഴ്ച പറ്റിയെന്നും പറയുന്നുണ്ട്. ശശിയും ഭരണസമിതിയും തമ്മിലുള്ള ബന്ധം ഇതിന് കാരണമായി എന്നും EN സുരേഷ് ബാബു പറയുന്നു. അതോടൊപ്പം തന്നെ ഈ KTDC ചെയർമാനായി നിലവിലും PK ശശി തുടരുന്ന സാഹചര്യമുണ്ട്. ശശിയെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ഈ സമ്മേളനത്തിൽ ആവശ്യമുയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം കൂടി ഉയർന്നത്. PK ശശി വകമാറ്റിയ ഫണ്ട് തിരിച്ചു പിടിക്കണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഈ ഏരിയ കമ്മിറ്റി യോഗത്തിലുണ്ടായി, ഏരിയ സമ്മേളന യോഗത്തിലുണ്ടായി. നിഖിൽ പ്രമേഷാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്ന് ഇതുവരെ പൂർത്തിയാവുന്നു.